എല്ലാ പുരുഷന്മാരും നിരന്തരം ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു ജീവിതം നമ്മുടെ കീഴിൽ നമ്മളെ ആശ്രയിച്ച് നമ്മളെ കാത്തിരുന്ന് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യഘട്ടം, ഇന്നും ഞാനൊരു നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയിലേക്ക് വരുന്നതെന്ന് ഉച്ചക്ക്. ആ നിക്കാഹിൻ്റെ സന്ദർഭത്തിലും ആവർത്തിച്ച് ആ നിക്കാഹ് ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയത് വിവാഹം കഴിക്കാൻ പോകുന്ന ആ യുവാവിനോടാണ്, ആ ചെറുപ്പക്കാരനോടാണ്. കാരണം അത്രയും അധികം ആളുകൾ സന്നിഗ്ധമാകുന്ന ഒരു മഹാസദസ്സിൽ എന്താണ് നമ്മൾ കാണുന്നത്? രജിസ്റ്ററുമായി പള്ളിക്കത്തെ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്തിനാണൊരു രജിസ്റ്റർ? അത് രേഖപ്പെടുത്തപ്പെടണം, തെളിവുണ്ടാവണം, അതൊരു എഗ്രിമെൻ്റ് ആണ്, അതിൽ ഒപ്പിടണം. ആരൊക്കെ ഒപ്പിടണം? സാധാരണഗതി ഇസ്ലാമിക നിയമമൊന്നല്ല. ആ ഖുത്ബ നടത്തിയ ആൾ ഒപ്പിടുന്നു, ഞാനിത് നടത്തി കൊടുത്തിട്ടുണ്ട് എന്നയാൾ പേരെഴുതി ഒപ്പിടുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ ഒപ്പിടുന്നുണ്ട്, വരൻ ഒപ്പിടുന്നുണ്ട്. പല സ്ഥലത്തും പല രൂപത്തിലാണ്. എന്തിനാണ് ഇങ്ങനെ ഒപ്പിട്ട ഒരു കരാർ? സത്യത്തിൽ എന്താണ് ഈ വിവാഹത്തിലൂടെ തനിക്ക് വരുന്ന ഉത്തരവാദിത്തമെന്ന് ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ കൈവിറക്കും, അവൻ ആ നിക്കാഹ് നടത്തുന്നതിനെ കുറിച്ച് ബേജാറാവും. എന്നാൽ ഇന്ന് ആർക്കാണ് ആ ബേജാറുള്ളത്? നമ്മുടെ മക്കൾക്കാർക്കെങ്കിലും വിവാഹം നിശ്ചയിച്ചാൽ ഇന്നു മുതൽ ഞാനൊരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് നീങ്ങുകയാണ് എന്ന നെഞ്ചിടിപ്പോടുകൂടെയാണോ കോട്ടിട്ട് വസ്ത്രം മാറ്റി നമ്മുടെ ആൺകുട്ടികൾ വരുന്നത്? അതുകൊണ്ട് പുതിയ തലമുറയിൽ എന്ത് സംഭവിച്ചു എന്നറിയങ്ങൾ? കല്യാണം കഴിച്ചവൻ ഒരു കഥയില്ല, അങ്ങനെ നടക്കാണ്. അവൻ്റെ ഭാര്യയെ എന്ത് ചെയ്യും? ഭാര്യ വീട്ടുകാർ നോക്കും. അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയാലോ എന്താണോ ജോലി എന്ന് ചോദിക്കണ്ട. ജോലി ഇല്ലെങ്കിലും എന്ത് ചെയ്യും? സമ്പത്തുള്ളൊരു വീട്ടിലാണെങ്കിൽ അവർ നടന്നു പോയിക്കൊള്ളും, കടന്നു പോയിക്കൊള്ളും. സഹോദരങ്ങളെ, ഈ ഉത്തരവാദിത്തമില്ലാത്ത സ്വന്തം ഭർത്താവിൽ നിന്നൊരു പരിഗണനയോ സംരക്ഷണമോ ലഭിക്കാതെ വേദനയോടുകൂടെ കഴിയുന്ന ഒട്ടനവധി പെൺകുട്ടികൾ, പെൺമക്കൾ നമ്മുടെ മക്കളായിട്ടുണ്ട്. നാം തിരിച്ചറിയണം, ഇവിടെ ഉത്തരവാദിത്തം ആർക്കാണ്? ഏറ്റവും അധികം ആ പുരുഷനാണ്. 19 20 വയസ്സ് വരെ ഒരു കല്യാണ പന്തലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആ പെൺകുട്ടിയെ ഒരു പിതാവാണ് സംരക്ഷകനായി വളർത്തിയത്, ഒരു വാപ്പയാണ് വളർത്തിയത്. ആ വാപ്പയുടെ പൂർണ്ണ സംരക്ഷണത്തിനാണ് വളർന്നത്. അപ്പോൾ 19 വയസ്സ് വരെ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൾക്ക് നല്ല ഭക്ഷണമോ നല്ല താമസമോ സമാധാനമോ ലഭിക്കാതെ പോയിരുന്നുവെങ്കിൽ അതിന് വാപ്പയാണ് ഉത്തരവാദി, വാപ്പയ്ക്കാണ് അധികാരമുള്ളത്. ഖുർആൻ അതുകൊണ്ടാണ് പറഞ്ഞത് അർരിജാലു ഖവ്വാമൂന അലന്നിസാ. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേലൊരു സംരക്ഷണ ചുമതലയുണ്ട്. അവിടെ പുരുഷന്മാരെന്ന് പറയുന്നത് ഭർത്താക്കന്മാരെ കുറിച്ച് മാത്രമല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ട്. അർരിജാൽ എന്ന് പറഞ്ഞാൽ അത് ഭർത്താവ് മാത്രമല്ല, ഒരു പെണ്ണിന് ഒരാണിൻ്റെ ചുമതലയുണ്ടായിരിക്കും. എൻ്റെ പെൺമക്കൾക്ക് ഞാനൊരു ചുമതലക്കാരനാണ്. അവർ വിവാഹം കഴിയുമ്പോൾ ഒരു പുരുഷനെ പൂർണ്ണമായും ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വിവാഹത്തിലൂടെ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് പുരുഷന് ഇരട്ടി സ്വത്ത് കൊടുത്ത അനന്തരാവകാശത്തുന്നത്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പണം ചിലവഴിക്കണം. ആ പണം ചിലവഴിച്ചുകൊണ്ടാണ് പുരുഷൻ ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതും ആ ഭരണ ചുമതല ഏറ്റെടുക്കേണ്ടതും. അവിടെ മുഴുവൻ ചെലവും നൽകിയിട്ടാണ്. നോക്കൂ, നിങ്ങളൊരു പെണ്ണിന് തൻ്റെ ഭർത്താവിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായി, അയാളുടെ കൂടെ ഒരിക്കലും ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂലാന്ന് തോന്നി. അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവൾ അപ്പം ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്, നിന്നെ ഒഴിവാക്കി തരണം. അപ്പോഴും അധികാരം പുരുഷന്റെ കയ്യിലാണ്. ഹുല എന്ന് പറയുമ്പോൾ എന്നെ മോചിപ്പിച്ച് തരണം, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ സാധ്യമല്ല, എന്നെ വിവാഹമോചനം നടത്തി തരണമെന്ന് അയാളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യണത്. അവിടെയും ആ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയതിൻ്റെ പേരിൽ ഇനി ഈ ബന്ധം മുന്നോട്ട് പോകേണ്ടെന്ന് ആ പെൺകുട്ടി തീരുമാനിച്ചാലും അത് ഒഴിവാക്കി കൊടുക്കാൻ അധികാരം പുരുഷന്റെ കയ്യിലാണ്. അതല്ലെങ്കിൽ പിന്നെ ഒഴിവാക്കി കൊടുക്കുകയില്ലെന്ന് വാശി പിടിക്കുമ്പോഴാണ് ഒരു കാളി ഇടപെട്ടിട്ടും ജഡ്ജി ഇടപെട്ടിട്ടുമൊക്കെ അത് ഫസ്റ്റിലേക്ക് നീങ്ങുന്നത്. അല്ലാത്ത ഘട്ടങ്ങളിൽ പുരുഷനാണ് നിർവഹിക്കുന്നത്. സുഹൃത്തുക്കളെ നല്ലോണം ആലോചിക്കണം. എത്രയോ സഹോദരിമാർ, എനിക്കറിയാം, പീസ് റേഡിയോന്റെ ഫീഡ്ബാക്കിൽ എത്രയോ സഹോദരിമാർ നീറുന്ന കഥകൾ പേജ് കണക്കിന് എഴുതി അയക്കുന്നുണ്ട്. അത് മുഴുവനും നിങ്ങൾ ഇരുന്ന് വായിച്ചു നോക്കൂ. ഒരു പുരുഷനാണ് പ്രതി. ആരാണ് ആ പുരുഷൻ? സുഹൃത്തുക്കളെ, നാട്ടിലേതെങ്കിലും കാരണവന്മാരോ പഞ്ചായത്ത് മെമ്പർമാരോ അല്ല, സ്വന്തം പിതാവിൽ നിന്ന് ഞാൻ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നു അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ ഒരാളാണ് പ്രതി. നാം ഗൗരവത്തോടെ ചിന്തിക്കണം. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പിതാവിന് ബാധ്യതയുണ്ട്,
ഭർത്താവിന് ബാധ്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും വളരെ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും സ്ത്രീകൾ അനുഭവിക്കുന്നു എന്ന് പറയും. ഒരു പക്ഷേ മനസ്സുകൊണ്ടടുത്ത് ഇഷ്ടത്തോടുകൂടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ദാമ്പത്യത്തിൽ ഞാൻ വിഷമിക്കുന്നു, ബുദ്ധിമുട്ടുന്നു എന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ പറയോ? ഒരിക്കലും പറയില്ല. ചില പുരുഷന്മാർ പറയും, എൻ്റെ ഭാര്യയ്ക്കുള്ള തകരാറ് എന്താണെന്നറിയോ, അവൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൾ അമ്മാക്ക് വിളിക്കും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വാപ്പാക്ക് വിളിക്കും. അതാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ. അവളെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവൾ ശരിക്കും മനസ്സുകൊണ്ട് എൻ്റെ ഒപ്പം പോന്നിട്ടില്ല. അവൾക്ക് ഇടയ്ക്ക് വീട്ടിൽ പോകണം, ഇടയ്ക്ക് വാപ്പാനത്ത് പോകണം, ഉമ്മാനത്ത് പോകണം. സുഹൃത്തുക്കളെ, എന്നാൽ തിരിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. എന്താ അറിയോ, വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം ഒരു സന്തോഷകരമായൊരു ജീവിതം കിട്ടിയ ഒരു പെണ്ണും പോകാൻ പറഞ്ഞാൽ പോലും വീട്ടിൽ പോകില്ല. അതാണ് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളോട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പറയാണ്, എൻ്റെ ഭാര്യനെ തകരാറ് എന്താ വെച്ചാൽ അവൾക്ക് എപ്പോഴും അവളെ വീട്ടിൽ പോകണം, എപ്പോഴും ഉമ്മ വേണം, വാപ്പ വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാര്യങ്ങൾ ഇപ്പോഴും ഇവൻ അവൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നില്ല. ഇതുവരെ അവൾക്കെല്ലാ സമാധാനവും സന്തോഷവും നൽകിയ വാപ്പയും ഉമ്മയിലേക്കും തന്നെ അവൾ വീണ്ടും തിരിച്ചു പോകുന്നു. കാരണം എന്തേ? അവൾക്ക് സമാധാനവും സംരക്ഷണവും അന്വേഷിച്ചു വന്ന ഭർത്താവിൽ നിന്ന് അത് ലഭിക്കാതെ വന്നതുകൊണ്ടാണ് അവൾ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചത്, അവൾ വീണ്ടും ഉമ്മാനെ വിളിച്ചത്, അവൾ വീണ്ടും വാപ്പാനെ വിളിച്ചത്. അത് ചിന്തിക്കുവാനുള്ളൊരു ബുദ്ധിയെങ്കിലും സഹോദരങ്ങൾ നമ്മൾ കാണിക്കണ്ടേ? ഏതെങ്കിലും ഒരു പെൺകുട്ടി, നിങ്ങൾ വെറുതെ പരീക്ഷണാർത്ഥം നോക്കൂ, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം കോളേജിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ ആ പെൺകുട്ടിയോട് ചോദിക്ക്, എന്നും ബസ് ഫെയർ തന്നത് വാപ്പല്ലേ, ഇന്ന് നിന്നെ കൊണ്ടുപോയി വിടാനും ബസ് ഫെയർ തരാനും ആരിൽ നിന്ന് വാങ്ങാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അവൾ പറയും ഭർത്താവിൽ നിന്ന് എന്നാ പറയാ. ഭർത്താവ് കൊടുക്കുന്നില്ലെങ്കിൽ അവൾ സ്വന്തം പണമുണ്ടാക്കി ചെലവഴിക്കും. അപ്പോഴും വാപ്പാനോട് ചോദിക്കൂല. സ്വന്തം പണമുണ്ടാക്കി തനിക്ക് വേണ്ടി ചെലവഴിച്ചാലും അവൾ വാപ്പയോട് ചോദിക്കില്ല. കാരണം അവൾക്കറിയാം ഇന്നു മുതൽ എൻ്റെ ഉത്തരവാദിത്വം ഇയാളുടെ കൈകളിലാണെന്ന്. അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് എവിടെയും പ്രശ്നം ഉണ്ടാവില്ല. എത്ര മണിക്കൂർ ഇരുന്നിട്ടാ സുഹൃത്തുക്കളെ അവൾ അങ്ങനെയാണ് ഇവളെങ്ങനെയാണെന്ന് കഥ പറയണു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അവസാനം എന്താ ചോദിക്കാന്നറിയോ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ രണ്ടാക്കും? നിനക്ക് അവളെ ഇഷ്ടമാണോ? സത്യസന്ധമായി പറയൂ. അല്ലെങ്കിൽ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? സുഹൃത്തുക്കളെ, ഇഷ്ടമുണ്ടോ? ഒരു പ്രശ്നവും കുടുംബജീവിതത്തിൽ ഉണ്ടാവില്ല. അത് ഞാൻ പറയണതല്ല. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹ് ഉണ്ടാക്കിയിട്ടൊരു സ്നേഹമുണ്ട്. അതൊരു വല്ലാത്ത സ്നേഹമാണ് സുഹൃത്തുക്കളെ. ആ സ്നേഹം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലേ? നമ്മുടെ മക്കൾ എന്തൊക്കെ കച്ചറ ഉണ്ടാക്കും, എന്താ നമ്മളവരെ പ്രതിയാക്കാത്തത്, അവരെക്കുറിച്ച് ആരോടും പരാതി പറയാത്തത്? നമുക്ക് അവരെ ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വല്ല പരാതി ഉണ്ടാവുമോ? ഇഷ്ടമുള്ള ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഒരു സ്ത്രീ പറയുമോ? ഇഷ്ടമുള്ള ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ? ചില സ്ത്രീകൾ അവരുടെ ഭർത്താവിനെ കുറിച്ച് പ്രയാസങ്ങൾ പറയാൻ വിളിക്കുമ്പോൾ അവർ പറയും, ഇത് നിവൃത്തില്ലാഞ്ഞിട്ട് പറയാട്ടോ, ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല അയാളെ കുറിച്ച് പറയാൻ, ഞാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ഒരു പരിഹാരത്തിനൊരു മാർഗമില്ല. ആരോടാ പറയാ? എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാൻ പറ്റൂല, എൻ്റെ കൂട്ടുകാരോട് പറയാൻ പറ്റില്ല, അയലോക്കാരോട് പറയാൻ പറ്റൂല. ഇത് എൻ്റെ ഭർത്താവിൻ്റെ കാര്യമായതുകൊണ്ട് ആരെ അറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചൊരു പരിഹാരം തേടുകയാണെന്നാണ് പലപ്പോഴും സഹോദരിമാർ പറയാനുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, പുരുഷന് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം മാന്യമായി നിർവഹിക്കപ്പെടുന്നിടത്ത് ഒരു പെണ്ണും പ്രയാസപ്പെടില്ല. നല്ലൊരു വാപ്പയുടെ സംരക്ഷണത്തിൽ ഒരു പെൺകുട്ടി ജീവിക്കുമ്പോൾ ആ വാപ്പ ഉത്തരവാദിത്തമുള്ളവനാണെങ്കിൽ ആ പെൺകുട്ടി ഒരു കാരണവശാലും പ്രയാസപ്പെടില്ലെന്ന് ഉറപ്പ്. ഇനി അയാളത്തെ ഒരു പൈസ ഇല്ലെങ്കിൽ പോലും ആ പെൺകുട്ടിൻ്റെ മനസ്സ് വേദനിക്കാതെ കൊണ്ടുനടക്കാൻ ആ വാപ്പക്ക് പറ്റും. അതേപോലെ തന്നെയാണ് വിവാഹം കഴിഞ്ഞൊരു ഭർത്താവിന് യാതൊന്നും അയാളുടെ കയ്യിലില്ലെങ്കിലും അയാൾ അവളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വിവാഹം ഒരു പ്രയാസമാണെന്നോ ജീവിതം ഒരു കഷ്ടപ്പാടാണെന്നോ ഞാനൊന്ന് മരിച്ചെങ്കിൽ എന്നൊന്നും ഒരിക്കലും നല്ലൊരു പുരുഷന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ കയ്യിൽ ഉത്തരവാദിത്തമുള്ള നമ്മുടെ പെങ്ങന്മാരുണ്ടാകും. ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ട് സംരക്ഷിക്കാൻ ആളില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെ ചുമതല നമുക്കുണ്ട്, നമ്മുടെ ഭാര്യയുടെ ചുമതല നമുക്കുണ്ട്. നിങ്ങളുടെ വാപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദുർബലയായ ആ ഉമ്മയുടെ സംരക്ഷണം മോനെന്ന നിലക്ക് നിങ്ങൾക്കുണ്ട്. എവിടെ ഒരു പുരുഷൻ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുവോ അവിടെ ഒരു സ്ത്രീയും കരയേണ്ടി വരില്ല.
ഒരു സ്ത്രീയും കരയേണ്ടി വരില്ല. എവിടെയെങ്കിലും ഒരു സ്ത്രീ കരയുന്നുണ്ടോ അവിടെ ഒരു പുരുഷൻ കുറ്റവാളിയാണ്. ആ ചോദ്യം നാളെ പരലോകത്തുണ്ടാകുമെന്ന് ഉറപ്പ് വേണം. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ. അമാനത്തുകൾ നിർവഹിക്കണം. സിറാത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൃത്യമായി ചോദിക്കും. സുഹൃത്തുക്കളെ, ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ സ്ത്രീകൾ പറയുന്ന കണ്ണീരിൻ്റെ കഥകൾ അവർ പരലോകത്ത് പറയും. അവിടെ ഒരു പ്രതി ഉണ്ടാകും. ആ പ്രതി ആരാകുമെന്ന് ചിന്തിക്കുക, ഒരു പുരുഷനായിരിക്കും. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടെ നമ്മുടെ കീഴിൽ ജീവിക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നാണ്. ഇതിൻ്റെ ഒരു വലിയ അപകടം താരങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പരിഹാരം കാണാത്ത സ്ത്രീകൾ എന്താ ചെയ്യാറുങ്ങൾ, അവർക്ക് എവിടെന്തെങ്കിലും ഒരു ഹായ് വന്നാൽ മതി. ഏതെങ്കിലും ഒരു പുരുഷൻ്റെ ഒരു ഹായ് വന്നാൽ പിന്നെ അയാളുമായിട്ട് ചാറ്റ് ചെയ്യും. ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട്, സ്ത്രീകളുടെ അവിഹിതത്തെ ഒരിക്കലും ന്യായീകരിക്കല്ല. എന്താ, അവർക്ക് ആ സങ്കടങ്ങൾ ഏതെങ്കിലും ഒരു അലവലാതിനെ കിട്ടിയാൽ മതി പറയാൻ. ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി, ആ കിട്ടിയാണ് പോവും. അതെന്താ പോകാൻ കാരണം തരങ്ങൾ ഒരാളോടും പറയാൻ പറ്റൂല. ആരോടാ പറയാം? വീട്ടിൽ പറയാൻ പറ്റൂല, നാട്ടിൽ പറയാൻ പറ്റില്ല, എവിടെയും പറയാൻ പറ്റൂല, ഇളയച്ചോട് പറയാൻ പറ്റില്ല, മൂത്തച്ചോട് പറയാൻ പറ്റൂല. അപ്പോൾ ഏതെങ്കിലും ഒരു അഡ്രസ്സ് ഇല്ലാത്ത ഒരുത്തൻ ഒരു ഫോണിൽ ഒരു വിളിച്ചാൽ നല്ല വളരെ ദീനിയായി ജീവിച്ചു പോകുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും അപകടങ്ങളിൽ പെടും. അത് ശരിയാണെന്ന് പറയാനല്ല സഹോദരങ്ങളെ, ആ അപകടങ്ങളിലേക്ക് പോവാതിരിക്കാൻ എന്തു വേദനകളുണ്ടെങ്കിലും അത് നമ്മളോട് പറയാനും നമ്മളിൽ പരിഹരിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സത്യത്തിൽ ഒരു കുടുംബ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഖുർആൻ പറയുന്ന ലക്ഷ്യം. ആ ലക്ഷ്യം നേടാത്ത എല്ലാവരും പ്രതിസന്ധിയിലാണ്. ഞാൻ അതേ പറയുള്ളൂ, എല്ലാവരും പ്രതിസന്ധിയിലാണ്. എന്താ പറയാൻ കാരണം? നമുക്കൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഈ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ എന്താണ് പരിഹാരം? ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ, അയാൾ വളരെയധികം വിഷാദമായി, ബുദ്ധിമുട്ടായി, മാനസിക വിഷമമായിട്ട് വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു നോക്കുമ്പോൾ എന്താ പറയുക, ഒരു മനുഷ്യനിപ്പോൾ ഈ ആയുസ്സിൽ വരാവുന്ന എല്ലാം അയാൾക്ക് വന്നിട്ടുണ്ട്. 16 ലക്ഷം രൂപ അയാളിപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അയാൾ കടം വീട്ടണം. അയാളുടെ പേരിൽ വന്നു ചേർന്ന ഒരു കടം അയാൾ വീട്ടിൽ കളയണം. അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയും ഒരു കുട്ടിയും അത് നേരത്തെ തന്നെ അയാളെ വിട്ടുപോയി. ആ കുട്ടിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അയാളുടെ കണ്ണ് നിറയും. 2 വേദനകളായില്ലേ. മൂന്നാമത്തത് പുതിയൊരു വിവാഹം കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വിവാഹത്തിലും വളരെ വലിയ പ്രശ്നങ്ങൾ വന്നു. എല്ലാവർക്കും ഇല്ല ഇവിടെ പ്രതിസന്ധികൾ. ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പടച്ചോൻ നമുക്ക് നിശ്ചയിച്ച പ്രകൃതിപരമായ മാർഗന്ധരങ്ങൾ അത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. സമാധാനം അവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ. ഭാര്യയും ഭർത്താവും തമ്മിൽ പറഞ്ഞിട്ട് കിട്ടുന്ന സമാധാനം, അതിന് വേറെ ഒരു വഴിയില്ല സുഹൃത്തുക്കളെ. വേറൊരു വഴി ഉണ്ടെങ്കിൽ വിചാരിക്കരുത്. ഭാര്യമാരെ അവഗണിച്ച് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ അവഗണിച്ച് ജീവിക്കുന്ന ഇനി ഇങ്ങനെയാണ് പോകാം, ഇനിയിപ്പോൾ ഇതൊന്നും ശരിയായി കിട്ടൂല എന്ന് വിചാരിച്ച് സ്വതന്ത്രമായി ജീവിക്കുന്നതോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ട ആ സന്തോഷവും സമാധാനത്തിനും ഇവിടെ വേറെ പരിഹാരമില്ല. അത് നിങ്ങൾ ടൂർ പോയാലും, ഏറ്റവും നല്ല ഹോട്ടലിൽ എന്നും കയറി ഭക്ഷണം കഴിച്ചാലും, സിനിമ കണ്ടാലും, അതേപോലെ തന്നെ ലഹരി ഉപയോഗിച്ചാലും ഒന്നും സുഹൃത്തുക്കളെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനം ഉണ്ടല്ലോ, അത് വേറൊന്നും കിട്ടൂല. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ, അവളിലേക്ക് സമാധാന ശാന്തി കണ്ടെത്താൻ. ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് ഒരു ഭാര്യയും ഭർത്താവും ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മനസ്സിൻ്റെ സന്തോഷം, ആഹ്ലാദം, ആ ഒരാശ്വാസം വേറെ ആർക്കും കിട്ടൂല. ഞാൻ പറഞ്ഞു, എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, കൂടെ ഭാര്യ നിന്ന് സാരമില്ല, നമുക്ക് പരിഹാരമുണ്ടാക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിൽ ഒരു പരിഹാരം കാണുന്നില്ലെങ്കിലും നമുക്കത് പരിഹാരമാകും. ആ സ്നേഹബന്ധത്തെ നിലനിർത്തിക്കൊണ്ടു പോകണം. അതുകൊണ്ട് ഈ ഖുർആൻ സമ്മേളനം, ഖുർആന്റെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? കേട്ടാൽ അത് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അടുത്ത ആയത്ത് പഠിക്കാൻ പറ്റുള്ളൂ. അതാ നമ്മളൊക്കെ പഠിച്ച്, അതാ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കാൻ പോണത്. നമ്മൾ കേട്ടാതെ പ്രയോഗവൽക്കരിക്കണം. അതെനിക്ക് പറ്റൂല, ഇത് എനിക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് സുഹൃത്തുക്കളുള്ളത്? കുറച്ച് നമുക്ക് പറ്റും, കുറച്ച് പറ്റൂല എന്നല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു നല്ല ബന്ധം ഉണ്ടാക്കി കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഏറ്റവും പ്രധാനമായി
അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഈ ഖുർആൻ സമ്മേളനത്തിൽ വന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇന്ന് മുതൽ നമ്മുടെ ദാമ്പത്യത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അറിയുങ്ങൾ? അതായത് നിങ്ങളുടെ കൂടെയുള്ള ഒരു ഭാര്യയ്ക്ക് നിങ്ങളിൽ നിന്നൊരു കുടുംബജീവിതം കിട്ടുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ, ഈ ലോകത്ത് അവൾക്കത് നിഷേധിക്കപ്പെട്ടു. അതിന് വേറെ പരിഹാരമല്ല. വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, അല്ലേ? വീട്ടിൽ ഭക്ഷണമില്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. കയ്യിൽ പണമില്ലെങ്കിൽ പണം കടം വാങ്ങാം. പക്ഷേ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം അയാൾ തന്നില്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടും? ഒരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട സന്തോഷം അവൾ തന്നില്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടും? അതുകൊണ്ട് നമ്മുടെ ഭാര്യയ്ക്ക് നമുക്കൊരു ഭർത്താവായി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൾ ഭർത്താവില്ലാത്തവളാണ് ഈ ലോകത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിൽ നിന്നും ഒരു ഭാര്യ നൽകുന്ന സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഭാര്യയില്ലാത്തവരാണ് ഈ ലോകത്ത്. അപ്പോൾ ഭാര്യയില്ലാതെ ജീവിക്കുന്ന, ഭർത്താവില്ലാതെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് സുഹൃത്തുക്കൾ? അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കിത് പരിഹരിച്ച് മുന്നോട്ട് പോകാനെന്ത്? എന്താ പ്രശ്നം തരങ്ങൾ? ആരാ തോറ്റെടുക്കുക എന്നാണ്. ആരാണ് തോറ്റെടുക്കുക? സുഹൃത്തുക്കളെ, എന്തിനാണ് നമ്മൾ ജയിക്കുന്നത്? ഇത്ര കാലം ജയിക്കാൻ ശ്രമിച്ച് നമ്മൾ ആരെങ്കിലും ജയിച്ചോ? എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് തൽക്കാലം വിട്ടുവീഴ്ച ചെയ്യുക. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ചില സ്വഭാവ പ്രശ്നങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ വേറെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി നടന്നാൽ ആ പരിഹരിക്കാൻ നടത്തുന്നതിൻ്റെ കലാപവുമായി നമ്മുടെ ജീവിതം അങ്ങ് തീർന്നു പോകും. ഒരു രണ്ടാമത് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു, എന്താണ്, ഞാനിപ്പോൾ എനിക്ക് വലിയൊരു സങ്കടം ഉണ്ടാകാൻ കാരണം വെച്ചാൽ മരിച്ചുപോയ ഭർത്താവ് നല്ല മനുഷ്യരായിരുന്നു, നല്ല നിലയ്ക്ക് എന്നോട് പെരുമാറിയതാണ്. ഒരു സ്ത്രീയെ കണ്ടാലും അയാളൊന്നും നോക്കുക പോലും ചെയ്യൂല. അത്ര സൂക്ഷ്മതയും ശ്രദ്ധയും ഇന്ത്യൻ കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് തന്നിരുന്നു. പക്ഷെ എന്താ പറയുക, എനിക്ക് അയാൾ മരിച്ചു പോകുന്നത് വരെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റിയില്ല. അത് എനിക്ക് പറ്റിയത് അതാ പോൾ വേണം. അതുകൊണ്ട് ഇപ്പം എന്നെ കല്യാണം കഴിച്ച ആളെ ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു നല്ല ഭാര്യയായി ജീവിക്കാൻ ശ്രമിച്ചു നോക്കുമ്പോൾ ഇയാളെ ഒന്നിനോട് പറ്റൂല എന്നുള്ളതാണ്. അയാളുടെ ഫോൺ എടുത്തു നോക്കിയാൽ കണ്ട എല്ലാ പെണ്ണുങ്ങൾക്കും മെസ്സേജും ഫോട്ടോയും പരിപാടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇയാളെ കിട്ടിയതല്ല സങ്കടം, എത്രയും നല്ലൊരു ജീവിതത്തിന് 10-20 കൊല്ലം കിട്ടിയത് ശരിയാക്കിയല്ലോ. സുഹൃത്തുക്കളെ, എല്ലാവരും ആലോചിക്കും, നിങ്ങളുടെ ഭാര്യയുടെ താടി കെട്ടിക്കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇവൾക്ക് പകരമാകാൻ എനിക്ക് മറ്റൊരാളില്ലെന്ന്. നമ്മൾ അറിയും. പക്ഷേ അന്ന് നാം ഒരു പുനർവിചിന്തനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് അവസരമുണ്ട്. ഇന്ന് അവസരമുണ്ട്. ഇന്ന് കാറ് കയറി നമ്മൾ ഒന്നിച്ചാ പോണത്. ഈ ഖുർആൻ സമ്മേളനത്തിൽ നമുക്ക് അവസരമുണ്ട് തിരിച്ചു പിടിക്കാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആവാമെന്ന് വിചാരിച്ചാൽ എന്നെങ്കിലും ഒരു സംഭവം ഉണ്ടായി അതിലൂടെ നമുക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ തീരുമാനിച്ചു മാറാൻ ആഗ്രഹിക്കണം. എന്താ പ്രശ്നം? വർത്തമാനമാണ് പ്രശ്നം. സംസാരിക്കാൻ അറിയില്ല. നമുക്ക് സംസാരിക്കാൻ അറിയില്ല. വകുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ ഇന്നശ്ശൈത്വാന യൻസഹു ബൈനഹും ഇന്നശ്ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീനാ. വകുല്ലി ഇബാദി, എൻ്റെ അടിമകളോട് പറയണം, യഖൂലുല്ലതി ഹിയ അഹ്സൻ, നല്ലത് പറയണം. നല്ലത് പറയാൻ പഠിച്ചാൽ മതി സുഹൃത്തുക്കളെ. എല്ലാ പ്രശ്നത്തിലും നല്ലത് പറയാൻ പഠിക്കണം. തർക്കിക്കാനല്ല, വാദപ്രതിവാദത്തിനല്ല, പറഞ്ഞു ജയിക്കാനല്ല, മറിച്ച് എന്താണ്? നല്ലത് പറയാം. ലോകത്തുള്ള എല്ലാവരോടും നമുക്ക് നല്ലത് പറയാൻ കഴിയും. ഭാര്യയ്ക്ക് ഭർത്താവിനോടും അല്പസമയം ഇരുന്ന് ദേഷ്യം പിടിക്കാതെ വർത്തമാനം പറയാൻ കഴിയൂല, തിരിച്ചും കഴിയൂല. നമുക്ക് നന്നായി സന്തോഷത്തോടു കൂടെ വർത്തമാനം പറയാൻ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. അങ്ങനെ ശൈത്താൻ എന്തിനാ ശ്രമിക്കുന്നത്? ഇന്ന ശൈത്താന യൻസഹു ബൈനകും, നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പിശാച് ശ്രമിക്കുന്നു. അതിന് പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണ്? വർത്താനം തകരാറാക്കുക, സംസാരം പഴപ്പിക്കുക. സംസാരം പഴച്ചോ അവിടെ കലാപമായിരിക്കും. അപ്പം എന്താ നമ്മുടെ കുട്ടികൾ രാവും പകലും കേൾക്കുന്നത്? ഉമ്മാൻ്റെ വാപ്പാനി തല്ലാണ് കാണുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തല്ല് കണ്ട് ചീത്ത പറഞ്ഞ് ദേഷ്യം പിടിച്ച് ഈ വാപ്പയ്ക്ക് എങ്ങനെയാണ് പള്ളിക്കെന്ന് സുബൈക്ക് പള്ളിയിൽ പോയി വന്നിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ആ വായിലൂടെ വരുന്നത് എന്ന് നിഷ്കളങ്കരായ മക്കൾ എന്ത് ചെയ്യുന്നു? അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. നമ്മളെ വികാരങ്ങളിൽ എന്ത് പറയുന്നു എന്ന് പോലും പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. നല്ലത് പറയാം സുഹൃത്തുക്കളെ. ഇനി നമ്മളെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സുകൾ അകന്നു പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം താരങ്ങൾ അവിഹിതമാണ്. അവിഹിതം. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അയാളെ ഭാര്യ അയാളുടെ ഈ ചാറ്റിംഗ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അയാൾ പറയണ അറിയോ, ഇത് ഇത്ര വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ ആലോചിച്ചില്ല. കാരണം എന്താ അറിയോ, എനിക്കിപ്പോൾ ഒന്നിനും പറ്റണില്ല, എവിടെ പോയാലും ഫോൺ വരും, നിങ്ങൾ എവിടെ നിൽക്കും? സംശയമായിപ്പോൾ അവൾക്ക്. ചാറ്റിങ് ഫോണ് കണ്ടതോടുകൂടെ സംശയമായി.
അയാൾ പറയും എനിക്കൊരു പണിക്കും പറ്റില്ല, ഞാൻ ഇലക്ട്രീഷ്യനാണ്, എവിടെയെങ്കിലും പോയിട്ട് ടെസ്റ്റർ എടുത്തൊരു സ്ക്രൂ വെക്കുമ്പോഴേക്കിന് ഫോൺ അടിക്കും. എടുത്തില്ലെങ്കിൽ പ്രശ്നം. എന്താ നിങ്ങൾ എവിടെ, എന്നാൽ ഒന്ന് വീഡിയോ കൊടുക്കുക, ഒന്ന് എടുക്കി നിങ്ങൾ, ഒന്ന് പറയും നിങ്ങൾ, അല്ലെങ്കിൽ തൊട്ടടുത്താക്കി കൊടുക്കി നിങ്ങൾ. എല്ലായിടത്തും ഇയാൾ മാനം കെട്ടു പോവുകയാണ് അയാൾ. അത്രമാത്രം. ഇനി ഇത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? എപ്പോഴാണ് തിരിച്ചു പിടിക്കാൻ പറ്റുക? അപ്പോൾ അയാൾക്ക് ഗൾഫ് പോകണമെന്നുണ്ട്, ഒരിക്കലും ഭാര്യ സമ്മതിക്കൂല. ഗൾഫ് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവിടെ നിങ്ങൾ പോകണ്ടെന്നാണ്. എത്രയോ പണം കടമായിട്ടും അയാളെ പോകാൻ സമ്മതിക്കണില്ല. ഞാൻ ബന്ധം അവസാനിച്ചു. വിശ്വാസം പോയില്ലേ സുഹൃത്തുക്കളെ? വിശ്വാസം പോയില്ലേ? ഇയാൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് ജീവിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ വേറൊരു പെണ്ണുണ്ട് എന്ന് വന്നാൽ പിന്നെ ഈ പെണ്ണിന് എന്ത് പ്രസക്തിയാണ്? ഈ പെണ്ണിന് എന്ത് പ്രസക്തിയാണ് സുഹൃത്തുക്കളെ? അതുകൊണ്ട് എത്ര ഗൗരവത്തോടു കൂടെയാണ് ഇസ്ലാം ഈ കാര്യത്തെ കാണുന്നത് നോക്കും നിങ്ങൾ. നോക്കിപ്പോകരുത് സുഹൃത്തുക്കളെ. നോക്കിപ്പോയാൽ നമ്മുടെ മനസ്സ് പിഴക്കും. വകുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം യഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും സുഹൃത്തുക്കളെ നമ്മുടെ നോട്ടം പിഴക്കാൻ പാടില്ല. ആണായാലും പെണ്ണായാലും നോട്ടം പിഴക്കാൻ പാടില്ല. പിഴച്ചോ പിന്നെ തിരിച്ചു വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. വിശ്വാസം പോയാൽ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ ഈ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, നിങ്ങളിപ്പോൾ കൊണ്ടെടുക്കണ എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ ഈ തോന്നിവാസങ്ങളൊക്കെ നിങ്ങൾ പ്രതിസന്ധിയിലാവും. എപ്പോഴാണ് പ്രതിസന്ധിയിലാവുക? കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ പിടിക്കും. നിങ്ങൾ ലഹരി എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അത് അവൾ കണ്ടുപിടിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടോ അത് പിടിക്കും. നിങ്ങളുടെ സ്വകാര്യമായ ലൈംഗികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾ കണ്ടെത്തിയ വല്ല കുറുക്കു വഴികളുമുണ്ടോ അത് ഭാര്യ കണ്ടെത്തും. നമ്മൾ വിവാഹം കഴിഞ്ഞ ഒരു പുരുഷന്റെ മനസ്സ് മാറുമ്പോൾ ആ മാറ്റം മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് പറ്റും. കണ്ടുപിടിക്കൂല നിങ്ങൾ വിചാരിക്കരുത്. തീർച്ചയായും നിങ്ങൾ വിവാഹിതനാണോ, നിങ്ങൾക്ക് അവിഹിതമുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിരിക്കും. നിങ്ങളുടെ മനസ്സ് മാറും. അവളിൽ നിന്ന് നിങ്ങൾ അകലും. നിങ്ങൾ പലതും മറച്ചു വെക്കും. നിങ്ങളുടെ ഫോണിന് പാസ്വേഡ് വീഴും. നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും വെച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ബേജാറ് തുടങ്ങും. നിങ്ങൾ അസമയങ്ങളിൽ ഫോൺ എടുക്കും. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകാത്തൊരു വിഡ്ഢിയാകുമോ നമ്മുടെ ഭാര്യ? ഞാൻ പറയുന്നു, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തെളിവ് അവൾക്ക് കിട്ടിയാൽ അന്നത്തോടുകൂടെ നിങ്ങളുടെ ബന്ധം അവസാനിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ഒന്നിച്ചൊരു വീട്ടിൽ ഉറങ്ങിയേക്കാം, പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് തന്ന സ്ഥാനം അന്ന് മുറിച്ചു മാറ്റപ്പെടും. അതാണായാലും പെണ്ണായാലും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചതിക്കരുത്, വഞ്ചിക്കരുത്. പണ്ഡിതന്മാർ അങ്ങനെയാണ് ഹെഡിങ് കൊടുത്തത്. ഭാര്യയും ഭർത്താവും മറ്റുള്ളവർക്ക് ചാറ്റ് ചെയ്യുന്നത് ചതിയാണ്. ഞാനൊരു അന്യ സ്ത്രീയെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ എൻ്റെ ഭാര്യയോട് ചെയ്യുന്ന വഞ്ചന, അവൾ മറ്റൊരു പുരുഷനെ കൊണ്ടു നടക്കുമ്പോൾ എന്നോട് ചെയ്യുന്ന വഞ്ചന. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അതാണ്. ഫോൺ വ്യാപകമാകുമ്പോൾ ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഒരു പരിധിവരെ നമ്മൾ നന്നായി ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. നല്ല വാക്ക് പറയുക, അവിഹിതങ്ങളായ കാര്യങ്ങൾ ഇല്ലാതിരിക്കുക. സുഹൃത്തുക്കളെ, പരസ്പരം ശരിക്കൊന്ന് പരിഗണിക്കാനും പരസ്പരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മൾ ശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും തിരക്കാണ്, എല്ലാ സമയത്തും ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് എന്താണ്, എപ്പോഴും പലപ്പോഴും അവർക്ക് പിന്നെ മാറ്റി നിർത്തേണ്ടി വരിക ഭർത്താക്കന്മാരെ കാര്യക്കാരും. കുട്ടി സ്കൂളിൽ പോകുമ്പോഴേക്കും ചോറായില്ലെങ്കിൽ പ്രശ്നമാണ്. അവിടെ കലാപമുണ്ടാകും, പ്രശ്നമുണ്ടാകും. ഒരു പക്ഷേ വയസ്സായ അമ്മേ വാപ്പേ അമ്മായിമ്മേ അമ്മോശാക്കെ കൂടെ ഉണ്ടാവും. അവർക്ക് വേണ്ട ഭക്ഷണം സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറയും. അത് കേൾക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യേണ്ടി വരും? അത് എത്തിക്കണം. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം അർജൻറ്റുമാണ്. പിന്നെ കുറച്ചൊരു സഹകരണ മനസ്സുണ്ടാവും. ആർക്കാണ് ഉണ്ടാവേണ്ടത്? ഭർത്താവിനാണ്. അവൾ ഇടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ തൽക്കാലം ഇനി തേക്കാതിട്ട് പോയാലും പ്രശ്നമില്ല, ഇനി ഞാൻ നാസ്തമാണെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചോളാം എന്നൊരു വിട്ടുവീഴ്ച മനസ്സ് പരസ്പരം പുരുഷന്മാർക്ക് ഉണ്ടാവുക. ഇങ്ങനെ വല്ല നല്ല മനസ്സും പുരുഷന്മാർ കാണിക്കുമ്പോൾ അവിടെ കാര്യം മൊത്തത്തിൽ അവഗണിക്കപ്പെടുന്ന അവസ്ഥ ഒരു പക്ഷേ ജീവിതത്തിൽ ഒന്നിച്ചു വന്നേക്കാം. സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പുരുഷന് കിട്ടേണ്ട ചില പരിഗണനകൾ അത് കിട്ടാതെ വരുമ്പോൾ വല്ലാത്തൊരു മനോവേദനയും മനോവിഷമവും അയാൾക്ക് വരാനുണ്ട്. ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, തീർച്ചയായും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തിരക്കിലിങ്ങനെ ജീവിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്നൊരു ആശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ കൂടെ വേണ്ടത് ഭർത്താവാണല്ലോ. അതിനൊരു സമയം നിങ്ങൾ കാണണം സുഹൃത്തുക്കളെ. ഒന്നിച്ചിരിക്കാനും, ഒന്ന് കൂടെ കൊണ്ടുപോകാനും, ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനും, ഒന്ന് വർത്തമാനം പറയാനൊക്കെ ഒരു സമയം സ്പെഷ്യലായി നമ്മൾ ഉണ്ടാക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായ എല്ലാ പുരുഷന്മാരും ചോദിക്കുന്നു, ആഴ്ചയിൽ എപ്പോഴാണ് നിങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടി നീക്കിവെച്ച സമയം? ആഴ്ചയിൽ ഏത് സമയമാണ് നിങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടി നീക്കിവെച്ച സമയം? അങ്ങനെ ഒരു സമയമില്ലെങ്കിൽ സുഹൃത്തുക്കളെ,
വീട്ടിലെ തിരക്കിലക്കിടയിൽ ഒരു വേലക്കാരിയായി അവൾ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. അവിടെ ദാമ്പത്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പങ്കുവെക്കലുകൾക്ക് യഥാർത്ഥ സമയമില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നല്ല ബന്ധത്തെ നിങ്ങൾ സ്ഥാപിച്ചെടുക്കുക. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് വീട്ടിലേക്ക് എത്താൻ അത്ര വലിയ ആഗ്രഹമായിരിക്കും. വീട്ടിലെത്തി ഒന്നിച്ച് കാണുന്നതോടുകൂടെ, ഒരു തമാശ പറയുന്നതോടുകൂടെ ഒരു പകലിലെ മുഴുവൻ വിഷമങ്ങളും ഒന്നിച്ച് തീർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ആ രൂപത്തിൽ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. മൂന്നാമത്തെ ഭാഗം വിശുദ്ധ ഖുർആനിൽ കുടുംബത്തെ നമ്മൾ വീക്ഷിക്കുമ്പോൾ മൂന്നാമത്തെ ഭാഗം നമ്മുടെ മക്കളാണ് സുഹൃത്തുക്കളെ. അതൊരു വലിയ ബാധ്യതയാണ്. നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി കാണണം. ഒരുപക്ഷെ പ്രോഫ്കോണിന് ശേഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രോഫ്കോണിൻ്റെ 3 ദിവസത്തെ കൗൺസിലിംഗ് സെൻറ്ററിൽ ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. നാം ആലോചിക്കണം, നമ്മൾ അറിയേണ്ടതുണ്ട്. വല്ലാത്ത ജീവിത പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ മക്കൾ കടന്നു പോകുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ പറ്റാത്തവരാണ് മിക്കവാറും രക്ഷിതാക്കൾ. അറിയില്ല ഇന്നത്തെ നമ്മളെ മക്കളെ പ്രശ്നം എന്താണെന്ന് എത്ര പേർക്ക് അറിയാം സുഹൃത്തുക്കളെ. ഒരു പക്ഷേ മുമ്പ് കാലത്തൊക്കെ എന്താ വെച്ചാൽ സ്വയംഭോഗത്തെക്കുറിച്ചും മാസ്റ്റർ ഭാഷനെ കുറിച്ചൊക്കെ സംശയം ചോദിച്ച് അതിന് അഡിക്റ്റായതിന് അങ്ങേയറ്റം എന്ത് പരിഹാരമെന്ന് ചോദിച്ച് എത്രയോ ആൺകുട്ടികൾ ഞങ്ങളുടെ അടുത്തിൽ വന്നിരുന്നു. ഇന്ന് അതേ ആവശ്യം ഉന്നയിച്ച് പെൺകുട്ടികൾ വരുന്നു. കാലത്തിൻ്റെ മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പോൺ സൈറ്റ്, അശ്ലീല സൈറ്റുകൾ കാണുന്ന ആൺകുട്ടികൾ പലപ്പോഴും അതിന് രക്ഷപ്പെടാൻ കഴിയാത്തതിൻ്റെ അഡിക്ഷൻ മാറാൻ കൗൺസിലിങ്ങിന് വന്നിരുന്നു. ഇന്ന് അവർക്ക് തുല്യം പെൺകുട്ടികളും വരുന്നു എന്നുള്ളതാണ്. 60% പെൺകുട്ടികൾ പോൺ സൈറ്റുകൾക്ക് അഡിക്റ്റാണെന്നാണ് കഴിഞ്ഞൊരു കണക്കിൽ കാണപ്പെട്ടത്. അശ്ലീല വീഡിയോസ് അവർ കാണുന്നു. ഒരുപക്ഷെ നമ്മുടെ ഒരു പെൺകുട്ടി അശ്ലീലമായ വീഡിയോ കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേർ വിശ്വസിക്കും? നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളേജിൽ നിന്ന് അല്പം വൈകി വരുന്നതോ കോളേജിലേക്ക് അല്പം നേരത്തെ പോകുന്നതോ ഫോണുമായി ഒരല്പസമയം ദീർഘിച്ചിരിക്കുന്നതോ അപ്പുറത്തേക്ക് അവരുടെ ലോകത്ത് നമുക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്നാണ്. എനിക്കൊരനുഭവം ഞാൻ പറയാം. ഈ കഴിഞ്ഞൊരു ദിവസം ഒരു സ്കൂളിൻ്റെ പരിസരത്ത്, +2 സ്കൂളിൻ്റെ പരിസരത്ത് അല്പം ഉള്ളോട്ട് മാറിയ ഒരു ഇടവഴിയിൽ എന്ത് ചെയ്യുന്നു, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും വന്നു നിൽക്കുന്നു. വളരെ മോശമായ അവസ്ഥയിൽ. ഒരു പക്ഷേ ഒരു പകലിൽ നമ്മൾ ഒരിക്കലും കാണാത്ത രൂപത്തിലുള്ള അവസ്ഥയിൽ കണ്ടു. അവിടുന്ന് ഒരു വീട്ടുകാരൻ ഇറങ്ങി വന്ന് ഒരു നല്ലൊരു വടി എടുത്തിട്ട് അവർ രണ്ടുപേരെയും പൊതിരെ തല്ലി. അവരവിടെ നിന്ന് ഇറങ്ങി ഓടി. അയാൾ പറഞ്ഞു, ഇനി ഇതൊക്കെ ഇതിന് പരിഹാരമുള്ളൂ എന്നാണ്. നാം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ പെൺകുട്ടിയും ആ ആൺകുട്ടിയും നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു റിട്ടയർഡ് മാഷിട്ട ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിൽ കണ്ടു. എന്താണ് ആ വീഡിയോയിൽ അറിയുന്നത്? അയാൾ 6 മണിക്ക് എന്ത് ചെയ്യും, കട തുറക്കാൻ വേണ്ടി വരും രാവിലെ. സ്കൂൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് അയാളിപ്പോൾ ഒരു കട നടത്തുകയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ 6 മണിക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ യൂണിഫോം ഇട്ട ആൺകുട്ടികളും പെൺകുട്ടികളും വരിക. എന്നിട്ട് ആ പെൺകുട്ടികൾ 4-5 ചെക്കന്മാർ കാറേറ്റ് വരും. ആ കാറ് കയറിപ്പോകും. എന്നിട്ട് 6 മണി മുതൽ 10 മണി വരെ, സ്കൂൾ തുടങ്ങുന്നത് വരെ ഈ 4 മണിക്കൂർ ഇവരുടെ കൂടെ. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇത് 1, 2, 3 സംഭവമല്ല അയാൾ പറയണത്. നമ്മൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് അന്വേഷിക്കാറുണ്ടോ സുഹൃത്തുക്കളെ? അറിയാറുണ്ടോ? നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഒന്നും അറിയാതെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഈ അടുത്തൊരു ദിവസം നിങ്ങൾ വേറൊരു കാഴ്ച കണ്ടു. ഓണത്തിൻ്റെ ഓണാഘോഷത്തിന് വേണ്ടി സ്കൂളിൽ പരിപാടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പരിപാടിക്ക് വരുമ്പോൾ നിർബന്ധമായും കുട്ടികൾ യൂണിഫോം ധരിക്കണം എന്ന നിർബന്ധം മാനേജ്മെൻറ്റും ഹെഡ് മാഷും പറഞ്ഞു. അങ്ങനെ കുട്ടികൾ മുഴുവൻ വന്നത് യൂണിഫോം ഇല്ലാതെ. അവർക്ക് യൂണിഫോം ഇട്ട് വന്നാൽ പിന്നെ ആഘോഷത്തിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ട് ഹെഡ് മാഷ് പറഞ്ഞു, കയറാൻ പറ്റൂല, യൂണിഫോം ഇല്ലാത്ത ഒരാളും കോമ്പൗണ്ട് കയറാൻ പറ്റൂല. അവരെന്താ ചെയ്തത്? നിങ്ങൾ തൊട്ടടുത്ത ഹോട്ടലിൽ 25,000 രൂപ വാടക കൊടുത്തിട്ട് അവർ ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഒരു ദിവസം മുഴുവൻ അവർ ആഘോഷിച്ചു. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, അവർക്ക് എവിടുന്ന് പണം കിട്ടി? അതിലൊരു രക്ഷിതാവ് പോലും ഹോട്ടലിൽ അടിച്ചു പൊളിച്ച് പോലീസ് വരെ വന്ന് ഇടപെടേണ്ടി വന്ന കേസിൽ ഒരാൾ പോലും, ഒരു രക്ഷിതാവ് പോലും വന്ന് അന്വേഷിച്ചില്ല എന്തേ സംഭവിച്ചു എന്ന്. എന്ത് പറഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യമായ പണവും കൊടുത്ത് അവരെ അങ്ങ് പറഞ്ഞയക്കുക എന്നതിൽ കവിഞ്ഞ് വേറൊരു ഉത്തരവാദിത്വമല്ല. കോളേജിലും സ്കൂളിലൊക്കെ എങ്ങനെ നിങ്ങൾ ഒരു കുട്ടി എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്യുന്നത് കണ്ടാൽ ഒന്ന് അവൻ്റെ കണ്ണിലേക്കൊന്ന് തുറിച്ച് നോക്കിയാൽ, എന്തേ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ട് പറയും, മാഷോട് പറയും എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു, ഇനി എന്തില്ല, നിങ്ങൾക്ക് ഇതൊന്നും ചോദിക്കാൻ അധികാരമല്ല, ഞങ്ങൾക്ക് എന്തുമാവാന്ന്. ഇത് വാപ്പാരോടും പറയും, ഉമ്മാരോടും പറയും, എല്ലാവരോടും പറയും. ഒരുപക്ഷെ നമ്മളെപ്പറ്റി കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കും. സുഹൃത്തുക്കളെ, ഇതിന് മുമ്പൊക്കെ നമ്മളൊന്നൊരു ബോധമുണ്ടാകുന്നത് നല്ലതാണ്. എന്താ സുഹൃത്തുക്കൾ ചെയ്യേണ്ടത്? മദ്രസ പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ, സ്കൂൾ പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ, എന്നാൽ നമ്മൾ പറയാം
അതുപോലെ സഹോദര, ഓരോ കുട്ടിക്കും പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പ്രോഫ്കോൺ എന്നൊരു പയ്യൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, 5 നേരം നിസ്കരിച്ചത് ഇവിടെ വന്നിട്ടാണ്. 5 നേരം നിസ്കരിച്ചത് ഈ പ്രോഫ്കോൺ എന്നാണ്. ഒരു കുട്ടി എന്നോട് പറഞ്ഞാണ്, സുഹൃത്തുക്കളെ എന്താണ് ഒരു നല്ല ഡിഗ്രി വേണം, നല്ലൊരു PG വേണം, നല്ലൊരു ജോലി വേണം എന്ന് അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളാണ് എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഈ അശ്ലീല സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഒരു 10-14 വയസ്സാകുമ്പോഴേക്കിന് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നവരെങ്കിൽ വൈകാരിക ചിന്തകൾ ആരംഭിക്കും. നമുക്ക് കുട്ടിയെ ഷോനൊക്കെ വലിയ ആളായിട്ടുണ്ടാവും, ഒരു 14 വയസ്സ് മതി. ഈ വയസ്സിൽ ഈ ഒരു വിചാരം വന്നു കഴിഞ്ഞാൽ പണ്ടൊന്നും ഒരു വഴിയില്ല. പണ്ടൊക്കെ ഏതെങ്കിലുമൊക്കെ പിന്നെ മോശപ്പെട്ട സ്ഥലങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ അപൂർവം ചില കുട്ടികൾക്ക് ഹോമോസെക്സോ അല്ലെങ്കിൽ മാസ്റ്റർ ഭാഷനോ ഇതൊക്കെ മുമ്പുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല സുഹൃത്തുക്കളെ. ഈ ഫോണിലാണ് കയറിയാൽ എല്ലാ തോന്നിയാസങ്ങളും കാണാൻ വിശാലമായ സൈറ്റുകളാണ്. ലോകത്ത് തന്നെ കോടികൾ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അശ്ലീല സൈറ്റുകൾ എന്താണ്? ഇത് നമ്മുടെ കുട്ടികൾ കാണുകയാണ്, അത് സുഹൃത്തുക്കൾ കാണിച്ചു കൊടുക്കുകയാണ്. നാം ആലോചിക്കണം, ഇത് കാണുന്ന ഒരു കുട്ടിൻ്റെ ജീവിതം അവസാനിച്ചു. ഞാൻ പറഞ്ഞത് മാരകമായ ലഹരിയെക്കാളും ഭീകരമാണ് എന്ത്? അശ്ലീലമായ വീഡിയോകൾ. ലഹരിയെക്കാളും മാരകമാണ്. ലഹരിക്ക് ഒരു പക്ഷെ നമുക്ക് ചികിത്സിക്കാൻ കഴിയും, പക്ഷെ ഇത്തരം അഡിക്ഷൻ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. തകർന്നു പോകും നമ്മുടെ കുട്ടികൾ. എന്തൊക്കെയാണ് സംഭവിക്കാന്ന് അറിയാൻ പറ്റില്ല. എത്രമാത്രം നിറങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മോൻ അത് കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ്റെ ഉമ്മയെപ്പോലും അവൻ നോക്കുന്നത് ഉമ്മ എന്ന നിലക്കാവില്ല. അവൻ്റെ പെങ്ങൾ പോലും അവൻ്റെ കൂടെ സുരക്ഷിതയാവില്ല. ഈ വീഡിയോസ് കാണുന്ന നമ്മുടെ ആൺകുട്ടികളുടെ അടുക്കൽ നമ്മുടെ പെൺകുട്ടികൾ പോലും സുരക്ഷിതരാവില്ല. അത്ര അപകടകരമാണ്. ഇനി വിവാഹമോ, ഈ പോൺ സൈറ്റുകൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ വിവാഹ ജീവിതം ഭാവിയിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരിക്കലും അവന് മുന്നോട്ട് പോകാൻ പറ്റൂല. 36-ാമത്തെ വയസ്സ് വരെ പോൺ സൈറ്റ് കണ്ട് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ വാപ്പിയും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിഞ്ഞപ്പോൾ ഈ പോൺ സൈറ്റ് കാണുന്നത് കുറച്ച് ദിവസമൊക്കെ അവൻ നിർത്തിവെച്ചു. പക്ഷെ പിന്നെ അവൻ നിർത്താൻ പറ്റില്ല. അവൻ രണ്ടാമതും എന്ത് ചെയ്തു? ലാപ്ടോപ്പ് എടുത്ത് കാണാൻ തുടങ്ങി. അത് ഭാര്യ കണ്ടു. അത്രയും മാരകമായതാണ് കാണുന്നത്. ഡോസ് കൂടി വരണം. ഡോസ് കൂടി വരുമ്പോൾ അതിൻ്റെ മാരകാവസ്ഥ ചിന്തിക്കാൻ പറ്റൂല. ആ പെണ്ണ് അവിടുന്ന് ഇറങ്ങി വലിയ പ്രതീക്ഷയോടെ വന്നൊരു പെൺകുട്ടിയാണ്. കാരണം വിവാഹം കഴിച്ചിട്ട് അവന് മാറാൻ പറ്റണില്ല, അവനൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റണില്ല. ഈ അപകടങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. നമ്മൾ ഇപ്പുറത്തിരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ കുറ്റിയിട്ട് നമ്മുടെ മക്കൾ ഇത് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അതിന് കോളറിന് പിടിക്കലല്ല സുഹൃത്തുക്കളെ, ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് നേരത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അതിന് അവർക്ക് മാത്രമായിട്ടുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം. നമ്മൾ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് വെച്ചപ്പോൾ അവിടെ പങ്കെടുപ്പിച്ച ആൺകുട്ടികൾക്ക് ഒരു ദിവസം വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവരൊക്കെ എഴുതിയ ഫീഡ്ബാക്ക് നിങ്ങൾ കേൾക്കണം. ഇതൊന്നും അറിയാതെ കല്യാണം കഴിച്ചാൽ എന്താകും ഭാവി ജീവിതം എന്നാണ്. ഒരു പകല് കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഒരു ഭാര്യനെ എങ്ങനെ കൊണ്ടെടുക്കണം, എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക മാനസിക ബന്ധം, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സുഹൃത്തുക്കളെ. ഇതൊക്കെ ഒരു ത്വലാഖിൻ്റെ സമയം എത്തുമ്പോൾ രണ്ടാളും തമ്മിൽ അടിച്ച് പിരിയാൻ നിൽക്കുമ്പോഴാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഭാര്യനോട് പെരുമാറേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പ്രേമം എപ്പോഴാണ് പഠിപ്പിച്ചു കൊടുക്കുക? അതാ ഇപ്പം ഞാൻ പോരുമ്പോഴും പ്രോഫ്കോണിന് മണിക്കൂറുകൾ ചെലവഴിച്ച് കൗൺസിലിംഗ് നടത്തിയിട്ടും ആ പെൺകുട്ടി ഇപ്പോഴും പറയുന്നത് എന്താണ്? അവനെ തന്നെ മതിയെന്നാണ്. ഏതാ സുഹൃത്തുക്കളെ? ഒരു മാരകമായ മേജർ ഓപ്പറേഷന് വിധേയമായി ഒരു വിവാഹാന്വേഷണവും വിജയിക്കാതെ വന്നപ്പോൾ അവൻ കണ്ടെത്തിയൊരു പെൺകുട്ടി, അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് അവൻ്റെ സുഹൃത്തുക്കൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. അവൻ്റെ കൂടെ പോകണമെന്നാണ് പറയണത് ഈ പെൺകുട്ടി. എന്ത് പറഞ്ഞു കൊടുത്തിട്ടും അവൾ ഒരു നിലക്കും അത് സമ്മതിക്കാൻ തയ്യാറല്ല. എന്താ ചെയ്യുക? കല്യാണം കഴിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. എവിടേക്കാണത് പോകുന്നത്? ജീവിതം നശിക്കുമെന്ന് ഉറപ്പുള്ള ഒരു വീട്ടിലേക്കാണ് അവളെ പറഞ്ഞയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അവൾക്ക് ഇപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് കുറച്ച് നേരത്തെ. നമ്മുടെ പെൺകുട്ടികളെ കുറച്ച് മുതിർന്നു വരുമ്പോൾ ഈ മഹത്തായ ഖുർആൻ സമ്മേളനമൊക്കെ സംഘടിപ്പിച്ച ആളെ കൊണ്ടുവന്ന ശാഖകളും മേഖലകളും പെട്ട ആൾക്കാരാണ് നിങ്ങളുടെ ശാഖയിലെ പ്രായപൂർത്തിയായ പെൺകുട്ടികളെങ്കിലും ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് ഇതൊന്നും ഒരു 10-15 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ. ബോധ്യപ്പെടുത്തി കൊടുത്താൽ പിൻവാങ്ങാത്ത ഒരാളുമില്ല. എല്ലാവർക്കും മനസ്സിലാവും. അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയണത്. ഇത് സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്ന അപകടങ്ങളെ കുറിച്ചാണ് പറയണത്. അത് നമ്മുടെ ബാധ്യതയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ രക്ഷപ്പെടുത്തുക. അതല്ല നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് പറഞ്ഞെന്നൊരു വാക്കാണ്.
നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ട ചുമതല നമുക്കുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവർക്ക് ആവശ്യമായ വിഷയങ്ങൾ എല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ നോക്കും, നിങ്ങൾ മാനസികമായി ടെൻഷനായി വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ടെൻഷനായി വന്ന് അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്ത് അവസാനം പറയും, ഒരു അദ്കാറിൻ്റെ പുസ്തകം കൊടുത്തിട്ട് രാവിലെയും വൈകുന്നേരം ഈ ദിക്റൊക്കെ ഒന്ന് ചെല്ലണം എന്ന് പറയും. ആ ദിക്ർ ചെല്ലണോട് കൂടെ ഓരോ ടെൻഷനൊക്കെ പോയി. ഈ ദിക്ർ ഒരു ടെൻഷൻ വരുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണോ സുഹൃത്തുക്കളെ? ഈ ദിക്ർ പറഞ്ഞാൽ, ഈ രാവിലെയും വൈകുന്നേരമുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ ചെല്ലേണ്ടതാണോ? ഒരാൾ എനിക്കൊരു 10-15 കൊല്ലം മുമ്പ് പെരിന്തൽമണ്ണയിൽ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു അല്പം സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് ആൾക്കാർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ എന്താ വെച്ചത്, അദ്കാർ സബാഹ് വൽ മസാഹാണ്, രാവിലെയും വൈകുന്നേരം പ്രാർത്ഥന. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിപ്പോൾ ഇതിങ്ങനെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കിട്ടിച്ചെല്ലാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചു, ഇതിപ്പോൾ എല്ലാവരും ചെല്ലിയാൽ മതിയല്ലോ, എല്ലാവരും പ്രശ്നവും തീരൂലേ. അത്രമാത്രം അർത്ഥവത്തായതാണ് ആ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ. അത് നമ്മുടെ കുട്ടികൾ ചെല്ലേണ്ട സുഹൃത്തുക്കളെ. ഇപ്പോൾ പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അത് കാണാതെ പഠിക്കുന്നു. അവർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ത് ചെയ്യും, ഒരു തടസ്സമില്ലാതെ പറയണു. രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ദിക്റുകളും പ്രാർത്ഥനയും പഠിപ്പിച്ചോ, അവർക്ക് പറ്റാവുന്ന അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞോ, ഒരു പെൺകുട്ടിയോട് അവിടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞോ, ഇതൊക്കെ ആ സന്ദർഭത്തിലും സമയത്തിലും കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളെ, അടുത്ത ഭാവി അപകടത്തിലാണ്. പറഞ്ഞ് തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ദൈവനിഷേധികളായി, യുക്തിവാദികളായി നമ്മുടെ പല കുട്ടികളും മാറുന്ന കാഴ്ചകൾ പുതിയ തലമുറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, എവിടെയെങ്കിലും ഒരു സ്ത്രീ വിഷമിക്കുന്നുണ്ടോ, അതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു പുരുഷനുണ്ട്. അതുകൊണ്ട് നമുക്ക് കീഴിലുള്ള ഒരു സ്ത്രീക്കും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് ഉറപ്പെടുത്തി ഒരു നല്ല ദാമ്പത്യം, ഇഷ്ടത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന മനസ്സിണങ്ങിയ ഒരു ദാമ്പത്യം നിങ്ങൾക്ക് സംസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും അത് പരിഹാരമാണ്. അത് നമുക്ക് ദാമ്പത്യത്തിലൂടെ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതനുഭവിക്കാൻ മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞാനും എൻ്റെ ഭാര്യയും സന്തോഷത്തോടുകൂടി ഇനി മുതൽ ജീവിക്കുമെന്ന് നിങ്ങൾ ഇന്നല്ലെങ്കിൽ എന്നാണ് ഇത് തീരുമാനിക്കുക. നമ്മുടെ മക്കൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നടത്തി അവരെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായത് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള ഗൗരവപരമായ ആലോചന അടുത്ത സന്ദർഭങ്ങളിൽ നമ്മൾ നടത്തിയില്ലെങ്കിൽ വലിയ അപകടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ കുട്ടികളുടെ സംസാരങ്ങളും അവരുമായി അടുത്തിടപഴകുമ്പോഴും മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും ഇസ്ലാമികമായി കണ്ട്, ഖുർആനികമായി കണ്ട് അതിന് പരിഹാരങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കാം. ഖുർആനിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം, എല്ലാ പ്രശ്നം പരിഹരിക്കാനും ഖുർആന് പറ്റും. ഖുർആന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമല്ല. ഇസ്ലാമികമായി അവഗാഹമുള്ള ഒരാളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു പ്രതിസന്ധികളുമില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇസ്ലാമാണ്, ഖുർആനാണ് എല്ലാറ്റിൻ്റെയും പരിഹാരം. സത്യവിശ്വാസികൾക്ക് കാരുണ്യമാണ്. അക്രമികൾക്ക് അത് നഷ്ടം മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ. എല്ലാം മനസ്സിൻ്റെ എല്ലാ രോഗങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി വിശുദ്ധ ഖുർആനുണ്ട്. ആ ഖുർആനെ ചേർത്ത് പിടിക്കുകയും അതിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ ഖുർആനികമായ ഒരു ജീവിതം വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹികമായ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ സമാധാനത്തിൻ്റെ ഈ ഗ്രന്ഥം ഉൾക്കൊണ്ട് സമാധാനത്തോടെ ജീവിക്കുവാനും സമാധാനത്തോടെ മരിക്കുവാനും സമാധാനത്തോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് ദാറുസ്സലാം സമാധാനത്തിൻ്റെ ഭവനത്തിൽ സ്വർഗത്തിൽ അനന്തമായി വസിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.